അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള S24 ആണ്. ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ S23 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ രീതിക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊക്കെ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ കൂടി നോക്കാം. അതിന് മുമ്പ് വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് ഈ ഒരു ഫോണിൻ്റെ റിവ്യൂയിലോട്ട് എടുക്കാം. ഈ ഒരു S24 വന്നപ്പോൾ സാംസങ് ബിൽറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡിലെ ഫ്രെയിം കർവ്ഡിന് പകരം ഇത്തവണ ഒരു ഫ്ലാറ്റ് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നോർമലി നമ്മുടെ ഐഫോൺസിലുള്ള ആ ഒരു സെയിം ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പേഴ്സണലി S23 ഓൾഡിയാണ് കുറച്ചുകൂടിയും കംഫർട്ടായിട്ട് തോന്നി. കാരണം ആ ഒരു കർവ്ഡ് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ കേസ് ഇല്ലാതെ യൂസ് ചെയ്യുമ്പോഴും കുറച്ചൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കേസ് ഇട്ടാണ് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ഒരു ഡിസ്കംഫർട്ട് ഫീലും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. കാരണം കേസ് ഇട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യമൊന്നും നമ്മൾ അറിയാനായിട്ട് പോകുന്നില്ല. പിന്നെ ഒരു ഫോണിൽ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. IP68 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 167 ഗ്രാമാണ് ഈ ഒരു ഫോണിന് വെയിറ്റ് വരുന്നത്. ഓവർ വെയിറ്റ് ഒന്നും അല്ല, ഒത്തിരി വെയിറ്റ് ഒന്നും നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഫീലൊന്നും ചെയ്യുന്നില്ല. പിന്നെ ബാക്ക് ഗ്ലാസ് ബിൽഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ബിൽഡ് തന്നെ സാംസങ് കൊടുത്തിട്ടുണ്ട്. S23 ഉള്ള സെയിം ബിൽഡാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അവിടെ ഒന്നും ഒരു വിട്ടുവീഴ്ചയും സാംസങ് ചെയ്തിട്ടില്ല. പിന്നെ ഓവറോൾ ലുക്സ് ആയാലും നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് ആ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ കാര്യമാണ്. അവിടെ ഒന്നും ഒരു ചേഞ്ച് ഇല്ല. സാംസങ്ങിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഫോൺസിലും ഒരു സെയിം ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തു വരുന്നത്. ഈവൻ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിലും ഒരു സെയിം ക്യാമറ മൊഡ്യൂളാണ്. സോ അവിടെയൊന്നും ഡിസൈനിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു ചേഞ്ചും കാര്യങ്ങളൊന്നും S24 വന്നപ്പോൾ സാംസങ് കൊണ്ടുവരുന്നില്ല. ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ സാംസങ് ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബിൽഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ പറയാനുള്ളത്. ഇത്തവണ സാംസങ് 6.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാംസങ് S23 6.15 ആണെങ്കിൽ ഒരു പൊടിക്കൊരു ചേഞ്ച് ഡിസ്പ്ലേ സൈസിൽ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആണ്. നമുക്കറിയാം സാംസങ് നമ്മുടെ ഐഫോൺസിൽ വരെ ഉള്ളത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേ ക്വാളിറ്റി ടോപ്പ് ലെവൽ തന്നെയാണ് ഈ ഒരു ഫോണിലും. അതിപ്പോൾ ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും, ഇപ്പോൾ നിങ്ങളൊരു മൂവി അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്യാണ്, ഫുൾ HD അല്ലെങ്കിൽ 4K പ്ലേ ചെയ്യാണ്, നല്ലൊരു പ്ലേ ബാക്ക് തന്നെ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കളർ കാലിബ്രേഷനും കോൺട്രാസ്റ്റ് ബ്രൈറ്റ്നെസ് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഡിസ്പ്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. 2x AMOLEDൻ്റെ സ്ക്രീനാണ്. ആ ഒരു ഡീപ്പ് ബ്ലാക്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓവറോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസ്പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഡിസ്പ്ലേ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈവൻ ഇഫ് ഗെയിമിങ്ങിൻ്റെ ടൈമിനാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫീല്, ആ ഒരു സ്മൂത്ത് ഫീല് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 120 Hz ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനിലും വർക്ക് ആവുന്നുണ്ട്. ഈവൻ ഇപ്പോൾ ഷോപ്പിംഗ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എല്ലായിടത്തും നല്ല രീതിക്ക് തന്നെ ആ ഒരു 120 Hz റിഫ്രഷ് റേറ്റ് ഈക്വലി വർക്ക് ആവുന്നുണ്ട്. അവിടെ ഒന്നും ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2600 nits ആണ് ഈ ഒരു ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. അവിടെ ഒന്നും ഇഷ്യൂ ഇല്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിൻ ബെസൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആ ഒരു ബെസൽസും കാര്യങ്ങളൊക്കെ അവർ മാക്സിമം ഷോർട്ടാക്കി തന്നെ തന്നിട്ടുണ്ട്. സോ എനിക്ക് ഇങ്ങനത്തെ ബെസൽലെസ് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആണ് കൂടുതൽ താല്പര്യം. സോ ഓവറോൾ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ആയിരുന്ന നല്ലൊരു ഡിസ്പ്ലേ തന്നെ ഈ ഒരു ഫോണിൽ സാംസങ് നൽകിയിട്ടുണ്ട്. സാംസങ് ഫോൺസിൽ നമ്മൾ കണ്ടുവരുന്ന അതേ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് ഈ ഒരു ഫോണിലും സാംസങ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാപിക്സലിൻ്റെയാണ് മെയിൻ ക്യാമറ വരുന്നത്. 10 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാവൈഡ് ലെൻസും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. S23 നിന്ന് S24 വന്നപ്പോൾ സാംസങ് അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ആ ഒരു ഫോട്ടോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. S23 കുറച്ചധികം ആ ഒരു വാം ടോണും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഫോണിൽ കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ഫോട്ടോസിലും കിട്ടുന്നുണ്ട്. ഫോട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടാനായിട്ട് പോകുന്നത്. ഒരു ഓവർ കളേർഡ് അല്ലെങ്കിൽ ഓവർ സാച്ചുറേറ്റഡ് ഫോട്ടോസൊന്നുമല്ല. മാക്സിമം നാച്ചുറൽ ലെവല് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ 8K 30 FPS ആണ് മാക്സിമം റിയർ ക്യാമറ സപ്പോർട്ട്. അവിടെ തന്നെ 4K 60 FPS വരുന്നുണ്ട്. സെൽഫി ക്യാമറയായിട്ട് വരുവാണെങ്കിൽ 12 മെഗാപിക്സലിൻ്റെയാണ് സെൽഫി ക്യാമറ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ 4K 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ
ഈ ഒരു S24 കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും വെറുപ്പ് എക്സിനോസ് എന്നുള്ള ആ ഒരു പേര് കേൾക്കുമ്പോഴാണ്. സോ ഈ ഒരു ഫോണിൽ എക്സിനോസ് 240 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കും ഈ ഒരു ഫോണിൽ ഇന്ത്യൻ വേരിയൻറ്റിൽ ഈ ഒരു ചിപ്സെറ്റ് അല്ലെങ്കിൽ എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ഫീലായിരുന്നു. പക്ഷേ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് എത്രത്തോളം നല്ല പെർഫോമൻസ് ആണെന്ന് മനസ്സിലാവുള്ളൂ. നമ്മുടെ സ്നാപ്ഡ്രാഗൺ ലേറ്റസ്റ്റ് 8 Gen 3-നേക്കാളും പൊടിക്ക് പവർ ഡ്രോപ്പ് ഉള്ളൂ ആ ഒരു ചിപ്സെറ്റിന്. നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. എന്ന് വെച്ച് 8 Gen 3 അത്രയും പെർഫോമൻസ് എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. അതിലും കുറച്ച് പൊടിക്കൊരു പവർ ഡ്രോപ്പ് ഉള്ളൂ. ബട്ട് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടും. അതിപ്പോൾ ഗെയിമിംഗ് ആണെങ്കിലും സ്മൂത്തായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈ എൻഡ് ഗെയിമായിട്ടുള്ള ഗെൻഷിൻ ഇമ്പാക്റ്റ് ഒക്കെ സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ കളിക്കാനായിട്ടും ഈ ഒരു PUBG, PES, ഫ്രീ ഫയർ ഏത് ഗെയിമാണെങ്കിലും നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു ഫോൺ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ഗെയിമിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതിനൊക്കെ നിങ്ങൾ ഈവൻ IQൻ്റെ ഫോൺസ് നോക്കാം, OnePlusൻ്റെ ഫോൺസ് നോക്കാം, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡിവൈസുകൾ വേറെ നോക്കാം. ഒരിക്കലും ഗെയിമിംഗ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് മാത്രം വെച്ചുകൊണ്ട് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാതിരിക്കുക. ആൻഡ്രോയിഡ് 14 ലേറ്റസ്റ്റ് വേർഷൻ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ One UI 6.1 ആണ് ഈ ഒരു ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. നല്ല യൂസർ ഇൻ്റർഫേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു രീതിക്കുള്ള ലാഗോ ഗ്ലിച്ചോ അല്ലെങ്കിൽ ബഗ്ഗോ കാര്യങ്ങളൊന്നും ആ ഒരു UI വരുന്നില്ല. സ്മൂത്തായിട്ടുള്ള UI ആണ്. പിന്നെ സാംസങ്ങിൻ്റെ കുറേ അധികം അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഫോണിൽ നൽകിയിട്ടുണ്ട്. അതായത് ആ ഒരു നോക്ക് സെക്യൂരിറ്റി കാര്യങ്ങൾ പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സാംസങ് നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാവരും എക്സിനോസ് എന്ന ചിപ്സെറ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പെർഫോമൻസ് പോയി അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ഷോക്കായിരിക്കും നമ്മൾ വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഈ ഒരു ചിപ്സെറ്റിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകും. ആ ഒരു എക്സിനോസ് ആണെന്നുള്ള ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ ഒരു ഫോണിൽ ഒരിക്കലും സാംസങ് വരുത്തിയിട്ടില്ല. നല്ല രീതിക്കുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് സാംസങ് 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഈ ഒരു ഫോൺ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ അത് കറക്റ്റായിട്ട് തരുവാണെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയായിരിക്കും. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അത്രയും കൂടുതൽ വർഷത്തെ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ. 4000 mAh ബാറ്ററിയാണ് ഈ ഒരു S24 സാംസങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 25 വാട്ടിൻ്റെ ഒരു പവർ ഡെലിവറി ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 hours എങ്കിലും എടുക്കും 0 to 100 ചാർജ് ചെയ്യാനായിട്ട്. കുഴപ്പമില്ലാത്തൊരു ചാർജിങ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെയും കൊടുക്കാമായിരുന്നു, ഒരു 33 വാട്ടെങ്കിലും കൊടുക്കാമെന്ന് എൻ്റെ പേഴ്സണൽ സജഷൻ ഉണ്ട്. ഈ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഹാർഡ് യൂസ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു യൂസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 6 hours അല്ലെങ്കിൽ 5 hours ഒക്കെയാണ് മാക്സിമം ബാറ്ററി ബാക്കപ്പ് വരുന്നത്. നിങ്ങളൊരു മോഡറേറ്റ് യൂസറാണ് അല്ലെങ്കിൽ ഒരു നോർമൽ യൂസിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 7 hours, മാക്സിമം ഒരു 8 hours ഒക്കെ ആയിരിക്കും മാക്സിമം ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പാകത്തിനുള്ളൊരു നെഗറ്റീവ് സൈഡൊന്നും ബാറ്ററിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഓവറോൾ നല്ലൊരു ഡിവൈസാണ്. നമ്മളൊന്ന് അപ്ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു S24 തന്നെ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ S24 തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ എക്സിനോസ് ആണെന്ന് വെച്ച് മോശം പെർഫോമൻസോ കാര്യങ്ങളൊന്നുമല്ല, നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഡിവൈസ് നമുക്ക് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു S23-നേക്കാളും കുറച്ചുകൂടെ നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ചിപ്സെറ്റ് നമുക്ക് തരുന്നുണ്ട്. സോ രണ്ടും നല്ല ഫോൺസാണ്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങളുടെ ബഡ്ജറ്റോ കാര്യങ്ങളൊക്കെ വെച്ച് ഏത് ഫോണാണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യാം. അവിടെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഇന്ന ഫോണാണ് നല്ലതെന്ന് പറയാനുള്ളൊരു ചോയ്സ് ഇല്ല. കാരണം രണ്ടും നല്ല പെർഫോമൻസ് തരുന്ന ഫോണാണ്. സോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യുക. സോ ഇതാണ് ഈ ഒരു S24-നെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവരായിരിക്കും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്സ്.